അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് മൊറോക്കൻ പാൻ കേക്ക്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിന് അവർ ബഗ്രീർ എന്നാണ് പറയുക. കാണാനൊക്കെ നമ്മളെ മുട്ടപ്പോള അല്ലെങ്കിൽ ഓട്ടപ്പം പോലെയൊക്കെ തന്നെയാണ്. കഴിക്കാനും ഏകദേശം ടേസ്റ്റൊക്കെ അതുപോലെ തന്നെയാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പം തന്നെയാണ്. നമ്മളിതിൽ മുട്ട ഒന്നും ചേർക്കാതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വേണമെങ്കിൽ ഒരു മുട്ട ചേർത്തിട്ടും ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിനി സിമ്പിൾ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ബിസ്മില്ല. അപ്പോൾ നമ്മൾ മൊറോക്കൻ പാൻ കേക്ക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. വലിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം നമ്മൾ 2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത റവ ആണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 2 കപ്പ് റവ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മൈദേൻ്റെ അളവ് വേണമെങ്കിൽ ഒരു 1/2 കപ്പ് വരെയൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ സാധാരണ ഈസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം അതൊന്ന് ആക്റ്റീവ് ആക്കി എടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അതായത് ആദ്യം കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഈസ്റ്റും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ അതൊന്ന് ആക്റ്റീവായി കിട്ടും. അതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്ര വെള്ളം കൂടെ ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് നേരിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നേരിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഓവറായിട്ട് ചൂടുണ്ടാവാൻ പാടില്ല, ഇളം ചൂടുള്ള വെള്ളം. ഇനി പ്രത്യേകിച്ച് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കാനില്ല. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ മാവ് നല്ല തിക്കായിട്ടാണുള്ളത്. ഇത് നമുക്കിനി കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ജാറിലേക്ക് തന്നെ ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മാവ് ഇതാ ഇങ്ങനെയാണുള്ളത്. പിന്നെ നമ്മൾ ക്ലൈമറ്റിനനുസരിച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന സമയത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നല്ല ചൂടൊക്കെ ആണെങ്കിൽ 1/2 മണിക്കൂർ മതിയാവും. ഇനി തണുപ്പൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും. നമ്മളെ മാവ് ഇപ്പോഴും അത്യാവശ്യം കട്ടിയിൽ തന്നെയാണുള്ളത്. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. നല്ല ഒഴുകുന്ന ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അപ്പോൾ ഞാനിത് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. മൊത്തം ഞാനൊരു 2.25 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മാവിൻ്റെ ഈ കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമ്മളിങ്ങനെ പാനിലേക്ക് ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒഴുകി അതിങ്ങനെ പരന്ന് ആ ഒരു ഷേപ്പിലായിട്ട് വരണം. അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. പിന്നെ അടുപ്പിൻ്റെ ചൂടിനനുസരിച്ചിട്ട് ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് പാൻ അത്യാവശ്യം ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാൻ നല്ല ചൂടുണ്ടായാലും മാത്രമേ ഇതുപോലെ നല്ല ഹോൾസ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ ഹോൾസ് വന്ന് തുടങ്ങും. ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു പാൻ കേക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പാനിൻ്റെ ആ ഒരു ചൂടും പിന്നെ നമ്മളെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും കറക്റ്റായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാവിന് കട്ടി കൂടി കഴിഞ്ഞാൽ നമ്മളെ പാൻ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുകയില്ല. അതേപോലെ തന്നെ അത് നല്ലോണം ഹോൾസായി കിട്ടുകയില്ല. പിന്നെ നമ്മൾ നല്ല ചൂടിൽ വെക്കുന്നതുകൊണ്ട് അടി കരിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അത് പെട്ടെന്ന് അടി കരിഞ്ഞു പോകുന്നില്ല. ഏകദേശം ഹോൾസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ അടുത്ത കയ്യിൽ മാവ് ഒഴിക്കുന്ന സമയത്തും പാന് നല്ലോണം ചൂടായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഒഴിക്കാം. അപ്പോൾ നമ്മളെ മൊറോക്കൻ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഇടയിൽ വീഡിയോ കട്ട് ചെയ്തിട്ടുമില്ല, സ്പീഡ് കൂട്ടിയിട്ടുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈം മനസ്സിലാവും. ഏകദേശം 1 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമ്മളെ ഈ ഫസ്റ്റ് പാൻ കേക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. കണ്ടോ, നിറച്ചും ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. മേലൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അടിയൊന്നും കരിഞ്ഞിട്ടില്ല. നിറച്ചും ഹോൾസൊക്കെ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ മൊറോക്കൻ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ചൂടിൽ വെച്ചിട്ടാണ് ഞാൻ അടുത്ത കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാൻ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കാൻ ശ്രദ്ധിക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പാൻ കേക്ക്സും ചുട്ടെടുക്കാം. ഈ ഒരളവിൽ ഇതേ വലുപ്പത്തിലുള്ള 8 പാൻ കേക്ക്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക്സ് ആണ്. പിന്നെ നമ്മളിതിൽ ഈസ്റ്റ് ചേർത്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിന് ആ സ്മെല്ലോ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഈസ്റ്റിൻ്റെ ചെറിയൊരു സ്മെല്ല് ഉണ്ടാവുകയുള്ളൂ. പിന്നെ അത് റവ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണെന്ന് ശരിക്കും പറഞ്ഞറിയിക്കുക തന്നെ വേണം. ഞാനിത് വറുക്കാത്ത റവ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വറുത്ത റവ യൂസ് ചെയ്തിട്ട് ഞാനിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പക്ഷേ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. ഇനി നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക. ഇതിൻ്റെ കൂടെ ശരിക്കും ഒരു ഡിപ്പായിട്ട് വരുന്നത് ഹണിയും ബട്ടറാണ്. പക്ഷേ നമുക്കിത് നല്ല തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. അതുപോലെ തന്നെ കറി കൂട്ടിയിട്ട് കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. പിന്നെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.